നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വേനലവധിയും പെരുന്നാൾ ആഘോഷവും ഇങ്ങനെയുള്ള അവധികളൊക്കെ മലയാളികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന, ആവേശം നൽകുന്ന ഒന്നാണെങ്കിൽ പോലും പ്രവാസി മലയാളികളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരല്പം കടുപ്പമുള്ള കാര്യമാണ്. കാരണം തീ പൊള്ളുന്ന വിമാന ടിക്കറ്റ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്. സീസൺ ആകുമ്പോൾ കൊള്ള ലാഭത്തിന് വേണ്ടി മറ്റു കാരണങ്ങൾ കൊണ്ടും വലിയ തോതിൽ വിമാന ടിക്കറ്റ് നിരക്ക് കൂടുന്നത് പതിവാണ്. നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള പ്രവാസിക്ക് ഇത് ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. വിമാന കമ്പനികൾ ഈ സീസണുകളുടെ ഡിമാൻഡ് മുതലെടുത്ത് ടിക്കറ്റ് നിരക്കുകൾ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറഞ്ഞ വരുമാനമുള്ള പ്രവാസികൾക്ക് ഇത് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ പലപ്പോഴും ഉയർന്ന ടിക്കറ്റ് നിരക്കുകൾ കാരണം നാട്ടിലേക്കുള്ള യാത്ര പോലും മാറ്റിവെക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. സ്കൂൾ വേനൽ അവധിയും ബലിപെരുന്നാളും ഒരുമിച്ചെത്തിയതോടെ മസ്കറ്റിൽ നിന്ന് കേരളത്തിലേക്ക് ടിക്കറ്റുകൾ എടുത്താൽ കൈ പൊള്ളുമെന്നുള്ള അവസ്ഥയാണ് നിലവിൽ. ബജറ്റ് വിമാന കമ്പനികളടക്കം എല്ലാം ഉയർന്ന നിരക്കുകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. സ്കൂൾ അവധിയുടെ തിരക്കുകൾ ആരംഭിക്കുന്നത് ജൂൺ മുതലാണ്. അതിനാൽ പല വിമാന കമ്പനികളും മെയ് അവസാനം മുതൽ തന്നെ നിരക്കുകൾ ഉയർത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം. സ്കൂൾ അവധി മാത്രമല്ല, ബലിപെരുന്നാൾ വരുന്നുണ്ട്. അടുത്ത മാസം 5-6 തീയതികളിൽ ടിക്കറ്റിനായിട്ട് വലിയ നിരക്ക് തന്നെ ഉണ്ടാകുമെന്നുള്ള സാധ്യതകളാണ് നിലവിൽ പുറത്തുവരുന്നത്. ഇതോടെ ആവശ്യത്തിന് നാട്ടിൽ പോവേണ്ട സാധാരണക്കാരാണ് കുടുങ്ങുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് തന്നെയാണ് മെയ് 20 മുതൽ തന്നെ വിമാന കമ്പനികൾ ഇത്തരത്തിൽ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവധിക്കാല നിരക്കിന്റെ കാര്യത്തിൽ ബജറ്റ് എയർലൈൻസും നിരക്ക് വർധനവിന്റെ പാതയിലാണ് എന്നാണ് സൂചന. എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ മാസം 20-ന് മസ്കറ്റിൽ നിന്നും കോഴിക്കോടേക്ക് 70 റിയാലാണ് വൺ വേക്ക് ഈടാക്കുന്നത്. കണ്ണൂരിലേക്കും തിരുവനന്തപുരത്തേക്കും വലിയ വ്യത്യാസമില്ലാത്ത ഇതേ നിരക്കുകൾ അടുത്ത് തന്നെയാണ് വരുന്നത്. എന്നാൽ അടുത്ത മാസം 1-ന് ഈ 3 സെക്ടറിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരക്കിൽ വൺ വേക്ക് 116 റിയാലാണ് വരുന്നതെന്നാണ് വിവരം. തിരുവനന്തപുരത്തേക്ക് ഈ മാസം 29 മുതൽ തന്നെ നിരക്കുകൾ വർദ്ധിച്ചാണ് കാണുന്നത്. മസ്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വൺ വേക്ക് 100 റിയാലിന് മുകളിലാണ് വരുന്നത്. മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള നിരക്കുകൾ ഈ മാസം 20 മുതൽ വൺ വേക്ക് 114 റിയാൽ ഈടാക്കുമെന്നാണ് വിവരം. ഈ മാസം 25-ന് മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് 127 റിയാലായിട്ട് കാണിക്കുന്നുണ്ട്. ബലിപെരുന്നാൾ പ്രമാണിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലേക്കുള്ള എല്ലാ സെക്ടറിലേക്കും നിരക്കുകൾ ഇത്തരത്തിൽ ഉയർത്താനുള്ള സാധ്യതയുണ്ട്, ഉയർത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. അടുത്ത മാസം 6-ന് മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് 161 റിയാലും കണ്ണൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് 136 റിയാലുമായി ടിക്കറ്റ് നിരക്ക് കാണിക്കുന്നു. കൊച്ചിയിലേക്കുള്ള വൺ വേ നിരക്കുകൾ 210 റിയാൽ നൽകേണ്ടി വരും. പെരുന്നാൾ അവധി കഴിഞ്ഞ് ടിക്കറ്റുകൾ എടുക്കാൻ നോക്കിയാലും രക്ഷയുണ്ടാകില്ല. ഒമാൻ എയർ ഈ മാസം 23 മുതൽ തന്നെ കോഴിക്കോട്ടേക്കുള്ള വൺ വേ നിരക്കുകൾ 234 റിയാലാക്കിയിട്ടുണ്ട്. ബജറ്റ് വിമാന കമ്പനിയായ സലാം എയറും ഈ മാസം 27 മുതൽ നിരക്കുകൾ കോഴിക്കോട്ടേക്ക് വൺ വേക്ക് 103 റിയാലാക്കി മാറ്റിയെന്നാണ് യാഥാർത്ഥ്യം. തുടർന്നുള്ള ദിവസങ്ങളിലും സമാന നിരക്കുകൾ തന്നെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം സർവീസ് ആരംഭിച്ച ഇൻഡിഗോയുടെ കണ്ണൂർ സർവീസിൽ താരതമ്യേന കുറഞ്ഞ നിരക്ക് തന്നെയാണ് ഇപ്പോഴുള്ളത്. നിലവിൽ ജൂണിൽ വൺ വേക്ക് 100 റിയാലിൽ താഴെയാണ് നിരക്ക്. ഇത് എപ്പോൾ ഉയരും എന്നത് പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് പഹൽഗാം ആക്രമണമൊക്കെ സംഭവിച്ചിരിക്കുന്ന സാഹചര്യമാണ്. പല വിമാന സർവീസുകൾക്കും വലിയ ആശങ്കകളൊക്കെയുള്ള സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അവധി എന്നതുകൂടെ മുതലെടുത്തുകൊണ്ട് വിമാന കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്.